ഓണം ഇങ്ങെത്താറായിട്ടോ. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇത് നമ്മൾ എന്താ ചെയ്യാൻ പോണെന്ന് നിങ്ങൾക്ക് തംബ്നെയിൽ കണ്ടാൽ തന്നെ അറിയാം. ശർക്കര വരട്ടി അല്ലെങ്കിൽ ശർക്കര ഉപ്പേരി. അപ്പോൾ വരും നമുക്ക് വേഗം റെസിപ്പിയിലോട്ട് കിടക്കാം. ഇതുവരെയും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇത് റെഡിയാക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു 1/2 കിലോ ഏത്തക്കായ ആട്ടോ എടുത്തേക്കുന്നത്. അത് നമുക്കൊന്ന് ആദ്യം ക്ലീൻ ചെയ്തെടുക്കണം. ഇതെങ്ങനെ മുറിക്കണ്ടേന്ന് ഒട്ടുമിക്കവർക്കും അറിയുന്ന കാര്യം തന്നെയായിരിക്കും. എങ്കിലും ഞാനും ഒന്ന് ജസ്റ്റ് കാണിച്ചു തരാന്ന് വിചാരിച്ചു. അതായത് ഇതിന്റെ 2 അറ്റം എടുത്ത് കളഞ്ഞിട്ട് അധികം ആഴമില്ലാത്ത രീതിയിൽ ഒന്ന് വരഞ്ഞു കൊടുക്കുക. അതിനുശേഷമാണ് നമ്മൾ ഇതിന്റെ തൊലിയൊന്ന് പിടിയിപ്പിച്ചെടുക്കുന്നത്. അപ്പൊ അതുപോലെ ബാക്കിയുള്ളത് നമുക്ക് ചെയ്തെടുക്കാം. ഇനി അടുത്തതായിട്ട് ഒരു പാത്രത്തിൽ കുറച്ചേറെ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്തേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഞാൻ ചേർത്തിട്ടുണ്ട്. ഇത് നമ്മൾ ഉപയോഗിക്കുന്നത് കായ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇട്ട് വെക്കാൻ വേണ്ടിയിട്ടാണ്. ചിലവർ ഇതിൻ്റെ അകത്ത് ഉപ്പും ചേർക്കാറുണ്ട്. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർക്കാം. ഇനി ഇതൊരു 20 മുതൽ 30 മിനിറ്റ് വരെ ഈ വെള്ളത്തിൽ തന്നെ കിടന്നോട്ടെ. ഇപ്പൊ ഇവിടെ ഒരു 1/2 മണിക്കൂറായിട്ടുണ്ട്. ഈ സമയത്ത് ഞാനൊരു ടിഷ്യൂ പേപ്പറോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള സാധാരണ ക്ലോത്ത് ഇല്ലേ, അത് വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് വെള്ളമൊക്കെ ഒന്ന് ഒപ്പിയെടുക്കാം. ഇനി അടുത്തായിട്ട് നമുക്ക് ഇതൊരു 1/2 സ്ലൈസസ് ആയിട്ട് മുറിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് നടുക്ക് ഇതുപോലെ ഒന്ന് മുറിച്ചു കൊടുക്കുക. അതിനുശേഷം ഇത് കട്ട് ചെയ്ത് എടുക്കാൻ സാധിക്കും. ഇത് പൊതുവേ നമ്മൾ മീഡിയം സൈസിലാണ് കട്ട് ചെയ്ത് എടുക്കാറ്. നമുക്ക് വേണമെങ്കിൽ ചെരിച്ച് ഇത് വെട്ടിയെടുക്കാം, അല്ലെങ്കിൽ നേരെ തന്നെ ഇത് വെട്ടിയെടുക്കാം. നമ്മുടെ ഇഷ്ടം പോലെ തന്നെ ചെയ്യാം. എന്തായാലും ഞാനിവിടെ ഇത് ചെരിച്ചാണ് വെട്ടിയെടുക്കുന്നത്. അപ്പോൾ ഈ രീതിക്ക് ബാക്കിയുള്ളതും കൂടി ഇതുപോലെ തയ്യാറാക്കി. ഇനി നമുക്ക് ഈ കായൊന്ന് വറുത്തെടുക്കാൻ വേണ്ടി ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇപ്പൊ ഇവിടെ എണ്ണ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഈ സമയത്താണ് നമ്മൾ വെട്ടി വെച്ചിരിക്കുന്ന കായ ചേർത്ത് കൊടുക്കുന്നത്. നമുക്കിത് ഒറ്റ ബാച്ചായിട്ട് വറുത്തെടുക്കാൻ പറ്റത്തില്ല. അപ്പൊ ഞാൻ ഇതൊരു 2-3 ബാച്ചായിട്ട് ഇത് വറുത്ത് കോരാൻ പോവാട്ടോ. ഇനി ഇവിടെ ശ്രദ്ധിക്കാൻ ഒരു കാര്യം കൂടി ഉണ്ട്. അതായത് എണ്ണ നന്നായിട്ട് ചൂടാവണം. ആ സമയത്ത് മാത്രമേ നമ്മൾ ഈ കായ ഇടാവൂ. അത് മാത്രമല്ല, നമ്മളിത് മീഡിയം ഫ്ലെയിമിലാണ് വറുത്ത് കോരാൻ പോകുന്നത്. ഇത് അധികം ലോ ഫ്ലെയിമിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ കായെല്ലാം വെന്ത് കിട്ടുമായിരിക്കും. പക്ഷെ കറക്റ്റ് ആ ഒരു ക്രിസ്പി ആയിട്ട് ആ ഒരു പാകത്തിന് കിട്ടത്തില്ല. ഇനി ഹൈ ഫ്ലെയിമിൽ ഇട്ട് കഴിഞ്ഞാൽ ഇത് കരിഞ്ഞു പോവുകയും ചെയ്യും. അപ്പൊ ഇതൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം നമ്മൾ ഇത് വറുത്ത് കോരിയെടുക്കാൻ പോവാം. എന്നാൽ ഇത് കോരിയെടുക്കുന്ന സമയത്തോ ഹൈ ഫ്ലെയിമിൽ ഇട്ടേക്കും വേണം, അല്ലെങ്കിൽ ചിലപ്പോ എണ്ണ കുടിച്ചേക്കാം. അപ്പൊ ഇതൊന്ന് വറുത്ത് കിട്ടിക്കോട്ടെ. ഈ വറുത്ത് കിട്ടുന്ന പാകം എങ്ങനെ ചെക്ക് ചെയ്യാന്ന് വെച്ചാൽ 3 രീതിയിലുണ്ട്. അതായത് ഇതിന്റെ അകത്തുള്ള കിലുക്കം സൗണ്ട് ഒന്ന് കുറച്ച് കുറഞ്ഞു കിട്ടും. പിന്നെ ഇതിന്റെ ബബിൾസ് ഒക്കെ ഒന്ന് കുറയും. അല്ലെങ്കിൽ നമ്മൾ ഇതിൽ ഒരു പീസ് ജസ്റ്റ് ഒന്ന് കഴിച്ചു നോക്കിയാലും മതി. അപ്പൊ നമുക്ക് മനസ്സിലാക്കാം ഇത് വെന്ത് കിട്ടിയിട്ടുണ്ടോ എന്ന്, കറക്റ്റ് ഒരു പാകത്തിൽ കിട്ടിയിട്ടുണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കും. അപ്പൊ ഈ രീതിയിൽ നമുക്ക് എല്ലാം വറുത്തെടുക്കാം. ഇനി ഇതിന്റെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ശർക്കര ഉരുക്കിയെടുക്കുക എന്നാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 200 ഗ്രാം ശർക്കര എടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഒരു വലിയ കട്ടയായാലും മതിയാവും. അതിൻ്റെ കൂടെ ഒരു 1/2 കപ്പ് വെള്ളം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഈ ശർക്കര നന്നായിട്ട് അരിയിച്ച് ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും അഴുക്കിന്റെ അംശം ഉണ്ടെങ്കിൽ നമ്മളത് അരിച്ചെടുത്ത് കളയാണ് ചെയ്യുന്നത്. അപ്പൊ ആ രീതിക്ക് നമുക്കിത് ചെയ്തെടുക്കാം. ഇനിയിപ്പോ നോക്കിക്കോളൂ, ഞാനിവിടെ ശർക്കര ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ ശർക്കര നമുക്കൊന്ന് വറ്റിച്ച് ഇതൊന്ന് ഒരു നൂൽ പാകം എന്ന രീതിയിൽ നമുക്ക് ഇത് തയ്യാറാക്കി എടുക്കാം, അല്ലെങ്കിൽ 1 സ്ട്രിങ് കൺസിസ്റ്റൻസി. അപ്പൊ അതുവരെ നമുക്ക് ഇതൊന്ന് വറ്റിച്ച് തയ്യാറാക്കി എടുക്കാം. ഇപ്പൊ നോക്കിക്കോളൂ, ഞാനിവിടെ കുറച്ച് സമയം ഇത് വറ്റിക്കാൻ തുടങ്ങിയിട്ട് ഈ ഒരു സമയത്ത് നമുക്ക് ഇതുപോലെ തവി കൊണ്ടൊന്ന് കുറച്ച് ദൂരത്തുനിന്ന് ഇങ്ങനെ ഇടുമ്പോഴേക്കും നമുക്ക് മനസ്സിലാക്കാം ഇതൊരു നൂൽപാകമായിട്ടുണ്ട്. ഇനി അതുമല്ലാതെ നമുക്ക് ഒരു രീതിയിൽ ഇത് ചെക്ക് ചെയ്യാൻ പറ്റും. അതായത് ഒരു ബൗളിൽ കുറച്ചേറെ വെള്ളം എടുത്തതിന് ശേഷം ഈ ശർക്കര പാനി ഒന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതുപോലെ നമുക്ക് ബോൾ പരുവത്തിൽ ചെയ്തെടുക്കാമെങ്കിൽ അതിന്റെ അർത്ഥം എന്താ, നമ്മുടെ ശർക്കര പാവിന്റെ പാകം കറക്റ്റ് തന്നെയാണ്. അപ്പൊ ഈ രീതിക്ക് നിങ്ങൾ ചെയ്തെടുക്കാം. ഇനിയിപ്പോ ഈ സമയത്താണ് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന കായല്ലേ, അത് നമ്മൾ ഈ ശർക്കര പാനിയിലോട്ട് ചേർത്ത് കൊടുത്തതിന് ശേഷം ഈ ശർക്കര പാനി ഒരുപോലെ എല്ലായിടത്തും ഈ കായൽ പിടിക്കുന്ന രീതിയിൽ നന്നായിട്ട് യോജിപ്പിച്ച് റെഡിയാക്കി എടുക്കുക. ഇനി ഒരു കാര്യം കൂടി, ഞാൻ ഈ ഒരു സ്റ്റെപ്പ് ചെയ്യുമ്പോൾ ഫ്ലെയിം ഏറ്റവും ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനിയിപ്പോൾ ഈ ശർക്കര ഒന്ന് ചെറുതായിട്ടൊന്ന് വറ്റി വന്നോട്ടെ. ആ ഒരു സ്റ്റേജിലാണ് നമ്മൾ ബാക്കിയുള്ള പൊടികളൊക്കെ ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് 1 ടീസ്പൂൺ ചുക്കുപൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. നമുക്ക് എപ്പോഴും ചുക്കുപൊടിയാണ് ഇതിന് കുറച്ച് കൂടുതൽ ചേർക്കേണ്ടത്. കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ ജീരകപ്പൊടി, 1/2 ടീസ്പൂൺ ഏലക്കപ്പൊടി, ഇത്രയും ചേർത്തതിന് ശേഷം നമ്മൾ ഇത് നന്നായിട്ട് യോജിപ്പിക്കുക. ഇനി ഇവിടെയും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. അതായത് ചുക്കുപൊടി അധികം ചേർത്ത് പോയി കഴിഞ്ഞാൽ ചുക്കിന്റെ ആ ഒരു കുത്തലുണ്ടോ, അപ്പോൾ കറക്റ്റ് ആയിട്ടുള്ള അളവിൽ തന്നെ ചേർക്കുക.
മാത്രമല്ല ഞാൻ ഏലക്കാപ്പൊടി പൊടിച്ചെടുക്കുന്ന സമയത്ത് കുറച്ച് പഞ്ചസാര ചേർത്തിരുന്നു. അതായത് 1 ടേബിൾ സ്പൂൺ അളവിലെ പഞ്ചസാര ചേർത്തിട്ടുണ്ടാവുള്ളൂ. അതും കൂടി ചേർത്തിട്ടാണ് പൊടിച്ചെടുത്തത്. അപ്പൊ അതിനനുസരിച്ച് മധുരത്തിന്റെ അളവ് നമുക്ക് മാറ്റം വരുത്താം. ഇനിയിപ്പോ നോക്കിക്കോളൂ, ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ പൊടിച്ച് വെച്ചിരിക്കുന്ന പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതും നന്നായിട്ട് ചേർത്ത് യോജിപ്പിച്ച് ചേർക്കുക. ഇനി ഒരു കാര്യം കൂടി ഇവിടെ ശ്രദ്ധിക്കാനുണ്ട്. അതായത് നമ്മൾ എടുക്കുന്ന ശർക്കരയുടെ അളവ് എങ്ങാനും കൂടിപ്പോയി കഴിഞ്ഞാൽ ശർക്കര വരട്ടി അങ്ങ് കുഴഞ്ഞു പോവും. അതിന്റെ പേരിൽ കുറച്ചധികം പൊടിച്ചു വെച്ചിരിക്കുന്ന പഞ്ചസാര ചേർക്കേണ്ടി വരും. അത് മാത്രമല്ല, ചിലവര് വറുത്ത് പൊടിച്ചു വെച്ചിരിക്കുന്ന അരിപ്പൊടിയും ചേർക്കാറുണ്ട്. പക്ഷെ ഞാൻ ഈ റെസിപ്പിയിൽ അതിന്റെ ആവശ്യമൊന്നുമില്ല. നമുക്ക് പൊടിച്ചു വെച്ചിരിക്കുന്ന പഞ്ചസാര മാത്രം ചേർത്ത് കൊടുത്താൽ മതിയോ. ഈ ഒരു അളവിൽ തന്നെ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ആ ഒരു പാകത്തിന് കിട്ടിക്കോളും. അതേസമയം ഇത് കുഴയത്തൂല, എന്നാൽ തമ്മിൽ ഒട്ടിപ്പിടിക്കുകയില്ല. ഇപ്പോൾ ഞാൻ ഇതിന്റെ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് കുറച്ചു നേരം ഒന്ന് തണുത്ത് വരുമ്പോഴേക്കും നമ്മൾ ചേർത്തിരിക്കുന്ന ശർക്കരയും പൊടികളൊക്കെ ഇതിന്റെ കൂടെ ഒന്ന് യോജിച്ച് നല്ല സെറ്റ് ആയിട്ട് തന്നെ വരും. ഞാനിവിടെ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ആണെങ്കിൽ പോലും ഇതൊന്ന് ഇടയ്ക്കൊക്കെ ഇളക്കി കൊടുത്തായിരുന്നു. അപ്പോ കണ്ടില്ലേ, ഇപ്പൊ കാണുമ്പോ തന്നെ നമുക്കറിയാം ഇതൊന്നും മേലൊന്നും ഒട്ടിയിട്ടുമില്ല, എന്നാ കറക്റ്റ് ആ ഒരു പാകത്തിന് വന്നിട്ടുണ്ട്. ഇനി ഇത് അല്പം ഒന്ന് തണുത്തതിന് ശേഷം മാത്രം ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ ഇട്ട് വെക്കുക. ഉപ്പേരി ഇല്ലാതെ എന്ത് ഓണം അല്ലേ? അപ്പോൾ ഈ ഓണത്തിന് നിങ്ങൾ തീർച്ചയായിട്ടും എന്റെ ഈ റെസിപ്പി ട്രൈ ഔട്ട് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മാത്രമല്ല, എന്റെ ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പൊ ഇനി അടുത്തൊരു അടിപൊളി റെസിപ്പിയുമായി ഞാൻ വരുന്നവരെ സൈൻ ഓഫ് ഫ്രം സ്വപ്ന.